ഹലോ. ഇന്ന് നമ്മൾ ഫോം ബോർഡ് കൊണ്ട് ഒരു വാൾ ഡെക്കോർ ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ആക്ച്വലി ഈ ഫോം ബോർഡ്സ് ഒന്നും ഞാൻ വാങ്ങിയതല്ല. നമ്മുടെ വീട്ടിൽ ഇന്റീരിയർ വർക്ക് നടക്കുമ്പോൾ നിറയെ ഫോം ബോർഡ്സ് ഇതുപോലെ ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്നും കുറച്ച് ഞാൻ അടിച്ച് മാറ്റി എടുത്ത് വെച്ചതാണ് കേട്ടോ അത്. കുറച്ചല്ല കുറച്ചധികം ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ നിറയെ ഫോം ബോർഡ് കൊണ്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ക്ലൗഡും കുറച്ച് റെയിൻ ഡ്രോപ്സ് ആണ് കേട്ടോ. സോ തുടക്കത്തിൽ തന്നെ സിമ്പിൾ ആയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ക്ലൗഡ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ ഈ ക്ലൗഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം നമ്മൾ ഈ ഫോം ബോർഡ് കൊണ്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ലെവൽ എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മുടെ കട്ടിംഗ് ബ്ലേഡ് ഒന്ന് ചൂടാക്കിയിട്ട് കട്ട് ചെയ്തപ്പം അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനി പിന്നീട് ശരിയാക്കി എടുക്കാം. ഞാൻ ഈ ക്ലൗഡിന് ലൈറ്റ് പിങ്ക് കളർ കേട്ടോ കൊടുത്തത്. ആദ്യം വൈറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ വൈറ്റ് എനിക്ക് അത്രയും രസമായിട്ട് തോന്നിയില്ല. സോ ലൈറ്റ് പിങ്ക് ആക്കി മാറ്റി. പിന്നെ ഈ ക്ലൗഡിന്റെ കണ്ണൊക്കെ ഞാൻ അന്ന് മീഷോന്ന് വാങ്ങിയ ആക്രിലിക് മാർക്കർ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കാൻ നോക്കിയത്. പക്ഷെ അത് അത്രയും തെളിയുന്നുണ്ടായിരുന്നില്ല. ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത്രയും തെളിച്ചം വരുന്നില്ല എന്ന്. സോ അവസാനം ഞാൻ ആക്രിലിക് പെയിന്റിനെ വെച്ച് ബ്രഷ് വെച്ചിട്ടാണ് വരച്ചു കൊടുത്തത്. അപ്പൊ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പെയിന്റ് ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വരയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ വൃത്തികേടായി മാറും. പിന്നെ ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ ഹാങ് ചെയ്യാനായിട്ട് ഞാൻ ബാംബൂ സ്റ്റിക്ക് ആട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സിമ്പിൾ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.